ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇത് ന്യൂ ഇയർ വീഡിയോ അല്ല. ഞങ്ങൾ ആക്ച്വലി ക്രിസ്മസ് ഹോളിഡേയ്സിന് കഴിഞ്ഞ വർഷം പോയത് ബുഡാപെസ്റ്റിലായിരുന്നു. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ. സിൻസ് ഇറ്റ് വാസ് 2024, ഐ വുഡ് പ്രിഫർ ടു കോൾ ഇറ്റ് ആസ് കഴിഞ്ഞ വർഷം. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 23 ബുഡാപെസ്റ്റിലോട്ടാണ് പോയത്. അങ്ങനെ 7.5 മണിക്കൂറിന്റെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ ബുഡാപെസ്റ്റ് എത്തിട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ന്യൂൻബർഗിൽ നിന്ന് ബുഡാപെസ്റ്റ് എത്തണമെങ്കിൽ ഒരു 7.5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ബുഡാപെസ്റ്റിന്റെ ഫേമസ് ആയിട്ടുള്ള ചെയിൻ ബ്രിഡ്ജ്. ഇത് ബുഡ ആൻഡ് പെസ്റ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജും കൂടാണ്. 19th സെഞ്ചുറിയിലായിരുന്നു ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. അതുകൂടാതെ തന്നെ ഈ ബ്രിഡ്ജിന്റെ അടിക്ക് ഒഴുകുന്ന നദിയുടെ പേര് ഡാന്യൂബ് എന്നാണ് കേട്ടോ. യൂറോപ്പിലെ തന്നെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവറും കൂടാ. എന്തായാലും ഞങ്ങൾ അങ്ങനെ ബുഡാപെസ്റ്റിൽ എത്തിട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഗോഡ്സ്യൂ കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലായിരുന്നു. ഗോഡ്സ്യൂ കോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പാസേജ് വെയർ ഇൻ യു ഹാവ് ലോട്ട് ഓഫ് ഫുഡ് സ്റ്റോൾസ് ആൻഡ് കാഫേസ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുറെ ആർട്ട് ആൻഡ് ഗാലറീസ് കാണും, പിന്നെ സ്ട്രീറ്റ് പെർഫോമേഴ്സ് കാണും, പെയിന്റിങ് ചെയ്യുന്നവർ. അതുകൂടാതെ തന്നെ കുറെ ഹിസ്റ്റോറിക്കൽ ആർക്കിടെക്ചറൊക്കെ ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു മോഡേൺ ടച്ചും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അവിടെ ഉച്ചയ്ക്ക് പോയാലും, നമ്മൾ ഉച്ച മീൻസ് പകൽ സമയത്ത് പോയാലും രാത്രി സമയത്ത് പോയാലും നമുക്കൊരു പ്രത്യേകം വൈബാണ് അവിടെ കിട്ടുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു ലെയിനായിരുന്നു. അതിന് ഗോഡ്സ്യൂ കോട്ട് എന്നാണ് പറയുന്നത്. ഗോഡ്സ്യൂ കോട്ടിൽ പല അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമുക്ക് അതിലൊരു അപ്പാർട്ട്മെന്റിൽ സ്റ്റേ ആയിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചെക്ക് ഇൻ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ പാർക്കിംഗ് ഇല്ല. നമ്മളൊരു കോമൺ പാർക്കിങ്ങിൽ നമ്മുടെ കാറൊക്കെ സെക്യൂർഡ് ആയിട്ട് പാർക്ക് ചെയ്യണം. സ്ട്രീറ്റ് പാർക്കിംഗ് ഇസ് റിയലി ഡിഫിക്കൾട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഈ കാണുന്നതാണ് ഫാഷൻ സ്ട്രീറ്റ് ഓഫ് ബുഡാപെസ്റ്റ്. ഇതും വൺ ഓഫ് ദി മോസ്റ്റ് ടൂറിസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ്. ഫാഷൻ സ്ട്രീറ്റ് ബുഡാപെസ്റ്റ് വാസ് ഡെക്കറേറ്റഡ് ലൈക്ക് എ ബ്രൈഡ്. ഓ മൈ ഗോഡ്, എവിടെ നോക്കിയാലും ലൈറ്റ്സും ക്രിസ്മസ് ട്രീയും, പിന്നെന്താണ്, ആളുകളെല്ലാം നല്ല ഒരു സെലിബ്രേഷൻ മൂഡിലായിരുന്നു കേട്ടോ. ടൂറിസ്റ്റുകളുടെ ഒരു പ്രളയമായിരുന്നു അവിടെ. എല്ലാ കടകളുടെ മുന്നിലും ഒരു ലോങ് ക്യൂ ഉണ്ടായിരുന്നു. മേ ബി ബിക്കോസ് ഓഫ് ദ ഡിസ്കൗണ്ട്. ഞങ്ങൾ അങ്ങനെ ആ സ്ട്രീറ്റ് ഒക്കെ ക്രോസ് ചെയ്തിട്ട് ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോയി. യൂറോപ്യൻ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം ഒരേ കൂട്ടാണ് ഇരിക്കുന്നത്. ഒരേ കൂട്ടുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് അവിടെ വിൽപ്പനയ്ക്ക് കാണുക. എന്തായാലും ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാതെ എൻ്റെ ഡേ ഞാൻ എൻഡ് ചെയ്യില്ല വിചാരിച്ചു. എനിക്കൊരു വൈൻ മഗ്ഗും മേടിക്കണമായിരുന്നു ആസ് എ മെമ്മറി ഓഫ് വിസിറ്റിംഗ് ബുഡാപെസ്റ്റ്. ബുഡാപെസ്റ്റിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഹംഗേറിയൻ പാർലമെന്റ് ബിൽഡിംഗ്, പിന്നെ തെർമൽ ബാത്ത് ഉണ്ട്. കൂടാതെ ചെയിൻ ബ്രിഡ്ജ് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തു, പക്ഷെ അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം നെക്സ്റ്റ് ഡേ. ഫിഷർമാൻ ബാസ്റ്റിൻ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. ബുഡ കാസിൽ ഉണ്ട്, പിന്നെ മദം തുസാഡ്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. സിൻസ് വി റീച്ച് ബുഡാപെസ്റ്റ് വെരി ലേറ്റ്, ഐ ഡിഡ് നോട്ട് വോണ്ട് ടു മിസ് ദി ക്രിസ്മസ് മാർക്കറ്റ്. അങ്ങനെ പോയിട്ട് നല്ല ഹോട്ട് ചോക്ലേറ്റും ഗ്ലൂ വൈനും ഒക്കെ ഞങ്ങൾ ആ തണുപ്പത്തും മഴയത്ത് നിന്ന് കുടിച്ചു കേട്ടോ. കുടയില്ലാത്തതും കൊണ്ട് ആദ്യമേ തന്നെ പോയി ഷോപ്പ് ചെയ്തത് 2 അംബ്രേല ആയിരുന്നു. പനി പിടിച്ചു. എന്തായാലും എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ കേട്ടോ. ബുഡാപെസ്റ്റ് ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്. ഭയങ്കര മഴ, തണുപ്പും അതിൻ്റെ കൂടെ മഞ്ഞും പെയ്യുന്നുണ്ട്, സ്നോയും ഉണ്ട്. അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് 23rd ഡിസംബറാണ്. 24th ഡിസംബറും 25th ഡിസംബറും ഇവിടെ എല്ലാം അവധിയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ മാർക്കറ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം. എന്തായാലും വന്നപ്പോഴേ ഗ്ലൂ വൈൻ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്ലൂ വൈനൊക്കെ കുടിച്ചിട്ട് ഞാൻ അടുത്ത് കണ്ട കടയിലോട്ട് കയറി. അവിടെ ഹാഫ് പ്രൈസ് എന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഹാഫ് പ്രൈസ് ആ കടയുടെ പേരായിരുന്നു. ഐ മിസ് അണ്ടർസ്റ്റുഡ്. എന്തായാലും ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ മഴയത്തൊന്നും ഇച്ചിരി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. ഇത്രയ്ക്ക് മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കുടയൊക്കെ ഞങ്ങൾ മേടിച്ചു. ഹാഫ് പ്രൈസിന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. അങ്ങനെ ഡേ 1 ഇൻ ബുഡാപെസ്റ്റ് എൻഡഡ് വെരി വെൽ. ഒരു 3 hours ഞങ്ങൾ ശരിക്കും സിറ്റി എക്സ്പ്ലോർ ചെയ്തു. ഡ്യൂ ടു റെയിൻ വി കുഡ് നോട്ട് വാക്ക് മച്ച്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോയി. ഡേ 2 and 3 വീഡിയോസ് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. മേഡം തുസാഡ്സിൻ്റെയും അതുകൂട്ട് തന്നെ ഫിഷർമാൻ ബാസ്റ്റനിൽ പോയിട്ട് ഈഗിളിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ശുഭരാത്രി. ശബ ഖൈർ. ടേക്ക്
take care, and once again happy new year to all my lovely subscribers. Bye bye.